ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ചൂട കിട്ടിയിട്ടുണ്ട്. അതിൽ കുറച്ചെടുത്ത് നമുക്ക് അച്ചാറിട്ടാലോ. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചൂടയിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നമ്മൾക്ക് നല്ല രീതിയിൽ പുരട്ടി വെക്കാം. മസാലയെല്ലാം പിടിക്കാൻ വേണ്ടി നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ശേഷം അച്ചാറിടാൻ ആവശ്യമായുള്ള കൊച്ചുള്ളിയും സവാളയും തക്കാളിയും അരിഞ്ഞെടുക്കാം. അച്ചാറിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നതിൻ്റെ പ്രധാന ഘടകമാണ് വെളുത്തുള്ളി, ഇഞ്ചി. അത് നമുക്ക് കല്ലിലിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇതിലേക്ക് എരിക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കറിവേപ്പിലയും എടുക്കാം. ഇത് അടുപ്പ് കത്തിച്ച് ചീനിച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കൂടെയെല്ലാം വറുത്ത് കോരി എടുക്കാം. അതേ ചീനിച്ചട്ടി തന്നെ എണ്ണ ഒഴിച്ച് കടുകിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് മൂപ്പിക്കാം. ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൊച്ചുള്ളിയും ചേർത്ത് കൊടുക്കാം. ലേശം ഉപ്പിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴണ്ടു വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി. ഇത് ഇത്രയും കൂടി മൂത്ത് വരുമ്പോഴത്തേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചൂട ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇളക്കി നല്ല രീതിയിൽ യോജിപ്പിച്ച് ചെറു തീയിലിട്ട് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചൂട അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.